ചോതി നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന 2024 കൂടുതൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കും. ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ തന്നെ നിങ്ങൾക്ക് സന്ദർഭമുണ്ടാകുന്നതാണ്. വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കും. നിങ്ങൾക്ക് തൃപ്തികരമായ നല്ല അവസരങ്ങളാണ് ലഭിക്കാൻ ഇടയുള്ളത്. വിദേശ രാജ്യങ്ങളിൽ IT മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പലതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം. അതിലൂടെ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. നിങ്ങൾക്ക് കൂടുതൽ വരുമാന വർധനവിന് സാധ്യതയുണ്ട്. ദീർഘകാലമായി ആഗ്രഹിക്കുന്നത് പോലെ നല്ല വാസസ്ഥലം ലഭിക്കുവാൻ ഇടയുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്കവിടെ ലഭിച്ചേക്കാം. നാട്ടിൽ തന്നെ വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല നേട്ടങ്ങളും ഉണ്ടാകും. നിങ്ങളുടെ കർമ്മമേഖല കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ കസ്റ്റമർമാരുമായി വളരെ നല്ല ബന്ധം വെച്ച് പുലർത്തുവാൻ സാധിക്കും. അതുവഴി സ്വന്തമായി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. ജീവിതത്തിൽ ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നേടിയെടുക്കുവാൻ അവസരമുണ്ടാകും. ഗൃഹനിർമ്മാണം നടത്തുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികം വൈകാതെ അത് തുടങ്ങുന്നതിന് കഴിയും. നല്ല രീതിയിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനും ഈ വർഷം തന്നെ അവസരമുണ്ടാകുന്നതാണ്. സന്താനങ്ങളുടെ പുരോഗതിയിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാൻ ഇടവരും. വിവാഹ ആലോചനകളിൽ തീരുമാനമാകാനിടയുണ്ട്. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം പരിശ്രമിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ കൂടുതൽ വ്യക്തിപരവും സൂക്ഷ്മവുമായ കാര്യങ്ങൾ അറിയുന്നതിന് സമഗ്രമായ രാശിചിന്ത ചെയ്ത് മുമ്പോട്ട് പോവുക. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു ഈ 1199 ആരംഭകാലത്ത്. ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി.